ഹരേ കൃഷ്ണ, രാധേ രാധേ. ശംഭൂകൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ശൂദ്രൻ തപസ് ചെയ്തിരുന്നു. അപ്രകാരം തപസ് ചെയ്തിരുന്ന ശംഭൂകനെ ശ്രീരാമചന്ദ്രസ്വാമി ചെന്ന് വധിക്കുകയുണ്ടായി. ഇത് പലതരത്തിലാണ് പലരും വ്യാഖ്യാനിക്കാറുള്ളത്. ഒരു കൂട്ടർ പറയും ശൂദ്രർക്ക് തപസ് ചെയ്യാനുള്ള അധികാരം പഴയ കാലത്തുണ്ടായിരുന്നില്ല, ബ്രാഹ്മണരുടെ മേധാവിത്വം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ പലതരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ശാസ്ത്രങ്ങളിൽ പറയും ആരും ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുന്നില്ല, ജന്മനാ ജായത്തെ ശൂദ്ര. അതിന് എക്സെപ്ഷൻസ് ഉണ്ടാവാം, ചില മഹാത്മാക്കൾ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങൾ. ഇതൊന്നും ഇത്തരത്തിലുള്ള ആ നിർവചനത്തിൽ പെടുന്നതല്ല. സത്വഗുണ പ്രധാനമായിട്ടുള്ള കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ജീവിതം സ്ഫുടം ചെയ്തെടുത്തിട്ടാണ് ഓരോരോ സംസ്കാരത്തിൻ്റെ ഓരോരോ തലങ്ങളിലേക്ക് ആളുകൾ എത്തിപ്പെടുക. അതാണ് അതിൻ്റെ സത്യം. ജന്മം കൊണ്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല ബ്രാഹ്മണ്യം. നമുക്കറിയാം ബ്രാഹ്മണരൊക്കെ ഇന്ന ഗോത്രം, വസിഷ്ഠ ഗോത്രം, ഇങ്ങനെ ഓരോന്ന് പറയും. ഓരോരോ ഗോത്രങ്ങൾ ഇന്ന മഹർഷിയുടെ അല്ലെങ്കിൽ ഇന്ന ബ്രഹ്മർഷിയുടെ പരമ്പരയിലാണ് ജന്മം എന്നേ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇയാൾ ബ്രാഹ്മണനായി എന്ന അർത്ഥമൊന്നുമില്ല. പക്ഷേ സാമാന്യേന ലോകത്ത് ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ഭാഗമായിട്ട് ചില പൗരോഹിത്യ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബ്രാഹ്മണർ വേണം. അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ എന്താ പറയുക, ബ്രഹ്മജ്ഞാനം ഉണ്ടോ എന്ന് അന്വേഷിക്കാനും നിവൃത്തിയില്ലാതെ വന്നൊരു ഘട്ടം വന്നപ്പോഴേക്കും ഇത് ജന്മസിദ്ധമായി ബ്രാഹ്മണനാണ് എന്നൊരു ഒരു സ്ഥാപനവൽക്കരണം സനാതനധർമ്മത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതില്ല എന്ന് അതിന് നിരാകരിക്കാൻ പറ്റില്ല. രാവണൻ ബ്രഹ്മകുലജാതനാണ്, പറഞ്ഞിട്ട് എന്ത് കാര്യം? ഹിരണ്യകശിപു, അതെ. അപ്പം കർമ്മം എങ്ങനെയായിരുന്നു? അവരുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കോൺഷ്യസ് ആണ് നിങ്ങളെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ആക്കി തീർക്കുന്നത്. കൃത്യമായി ആചാര്യന്മാർ പറയുന്നുണ്ട്, ബ്രഹ്മോഹം എന്നുള്ള ബോധമുള്ള ആളാണ് ബ്രാഹ്മണൻ. അതായത് ബ്രഹ്മജ്ഞാനി ആയിരിക്കണം. ബ്രഹ്മജ്ഞാനി വെച്ചാൽ ബ്രഹ്മത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവല്ല. നിങ്ങൾ ആ അനുഭവത്തിൽ എത്തിച്ചേരണം. ആ അനുഭവത്തിൽ എത്തിച്ചേരേണ്ട കാര്യമില്ലല്ലോ. പുസ്തകത്തിൽ പഠിച്ചുകൊണ്ട് എന്ത് കാര്യം? പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചുകൊണ്ടിരുന്നാൽ പാൽപ്പായസം അനുഭവമാകില്ല. അത് ഉണ്ടാക്കി അനുഭവിക്കണം, അത് കഴിച്ചാലേ അതിൻ്റെ അനുഭവമാകുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ബ്രഹ്മ അനുഭവത്തിൽ എത്തിയിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ. ഈശോഹം, ഞാൻ ഈശനാണ് എന്നുള്ള ബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഭൂമിയെ പരിപാലിക്കുക എന്നുള്ള കർത്തവ്യത്തിൽ. ഇതൊക്കെ കർമ്മത്തോട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കാര്യമാണ്. അവര് ക്ഷത്രിയന്മാരായിട്ട്. പിന്നെ ഞാൻ ജീവനാണ് എന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുന്ന ആളുകളാണ് വൈശ്യര്. ഞാൻ ജീവനാണ്. അപ്പോൾ അവർ അത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നു. ഞാൻ ഈ ശരീരമാണ്, ഭൗതികമായിട്ടുള്ള ശരീരമാണ് എന്ന ബോധത്തിൽ നിൽക്കുന്ന ആളുകളാണ് ശൂദ്രന്മാർ. അതാണ് അതിൻ്റെ യഥാർത്ഥ നിർവചനം. ദേഹാത്മബുദ്ധിയോട് കൂടിയിട്ട് താൻ ഈ ശരീരത്തിനപ്പുറം ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇപ്പൊ യുക്തിവാദികളില്ലേ, ഈശ്വരനെ നിരാകരിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുകയും ഭൗതികമായിട്ടുള്ള അസ്തിത്വം മാത്രമാണുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആള്, അത്തരത്തിൽ ജീവിക്കുന്ന ആള് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാലും അയാൾ ശൂദ്രനാണ്. ദേഹാത്മബുദ്ധിയുള്ള ആളുകളാണ് ശൂദ്രന്മാര്. ജീവൻ അതിനപ്പുറം, അതിനേക്കാൾ ഉയർന്ന തലമാണ്. ഞാൻ ശരീരമല്ല, ശരീരത്തിൽ എന്താ? ജീവനുണ്ട്. അപ്പം ഞാൻ ജീവനാണ് എന്ന ബോധത്തോടു കൂടിയിരിക്കുന്ന ആളുകൾ വൈശ്യരും. ആ ജീവനും ഉപരിയായി ഞാൻ ഈശനാണ് എന്നുള്ള ആ ബോധത്തോടു കൂടിയിരിക്കുന്ന ആളുകൾ ക്ഷത്രിയന്മാരും. അതിനുമപ്പുറത്ത് ബ്രഹ്മാനുഭവത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ ബ്രാഹ്മണരും. ഇറ്റ് ഈസ് സിംപ്ലി ബേസ്ഡ് ഓൺ കോൺഷ്യസ്. രാമായണത്തിൽ ശൂദ്ര താപസന്റെ തപസ്സിന് ശ്രീരാമചന്ദ്രസ്വാമി നേരിട്ട് എന്ന് ഭംഗം വരുത്തി ആ ആളെ വധിച്ചു. അതൊരു പോരായികയാണ് ഭഗവാന്റെ ലീലയിൽ എന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇതിലൊരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഭഗവാനാണ്, ശ്രീ ഗുരുവായൂരപ്പനാണ്. ഭഗവാൻ ഒരിക്കലും പിഴക്കില്ല എന്ന് നമുക്ക് സാമാന്യ ബോധത്തോടുകൂടി അത്രയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. പുരുഷോത്തമൻ ആരാണ് എന്ന് അന്വേഷിച്ച ഒരു വ്യക്തിയിലേക്ക് എത്തുകയാണ്. ഇക്ഷ്വാകു വംശത്തിലെ ദശരഥപുത്രനായിട്ട് അവതരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജന്മം എടുത്തിട്ടുള്ള രാമനാണ് പുരുഷോത്തമൻ. ആ പുരുഷോത്തമനായിട്ടുള്ള രാമനില് പിഴവുണ്ടാവില്ല എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും.
രാമായണമായിക്കൊള്ളട്ടെ, ഭാഗവതമായിക്കൊള്ളട്ടെ, ഇതൊക്കെ എടുക്കുമ്പോഴല്ലേ, മഹാഭാരതമായിക്കൊള്ളട്ടെ, എടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ലീലകളെ, ഗുരുവായൂരപ്പന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരു വാക്യം കടന്നു വരണം. എന്താ? ജന്മ കർമ്മചമേ ദിവ്യം എന്ന് ഭഗവത്ഗീതയിൽ ഗുരുവായൂരപ്പൻ അരുളി ചെയ്യുന്നുണ്ട്. എൻ്റെ ജന്മവും കൃത്യനിർവഹണങ്ങളും ദിവ്യമായിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? ഭഗവാൻ എന്തിനാ അത് പറയണത്? നിങ്ങൾ അതിനെ വിമർശിക്കാൻ വരണ്ട, നിങ്ങൾ അതിനായിട്ടില്ല എന്നർത്ഥം. സാധാരണ മനുഷ്യരായിട്ടുള്ള നമ്മളോട് അത് ഭഗവാൻ പറയണ ഒരു ഭഗവാൻ നൽകുന്ന ഒരു നിർദ്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്. അത് ദിവ്യമാണ്, അതിനെ അനുകരിക്കാനും സാധിക്കില്ല. ശ്രീരാമചന്ദ്ര സ്വാമി ഏകപത്നി വ്രതനായിരുന്നു. ആ ഏകപത്നി വ്രതം അത് ഭഗവാനെ പോലെ അനുകരിക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല, പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ രാവണവധം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണ സമയത്ത് ഒരു പാറപ്പുറത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര സ്വാമി. ആ സമയത്ത് മണ്ഡോദരിയും മറ്റ് രാക്ഷസ സ്ത്രീകളും കൂടിയിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. ഭഗവാന്റെ കാല് രണ്ടും നിലത്തേക്ക് തൂക്കിയിട്ട് ഒരു പാറപ്പുറത്ത് ഇരിക്കുകയാണ്. അപ്പൊ മണ്ഡോദരി കടന്നു വരുന്ന സമയത്ത് മണ്ഡോദരിയുടെ നിഴല് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ആ പാദത്തിൽ സ്പർശിക്കും എന്ന അവസ്ഥ വന്ന സമയത്ത് ഭഗവാൻ കാലെടുത്ത് മാറ്റി മടിയിലേക്ക് ഉയർത്തി വെച്ചു. കാല് ചമ്രം പടിഞ്ഞിരുന്നു എന്നർത്ഥം. കാലെടുത്ത് മുകളിലേക്ക് മടിത്തട്ടിലേക്ക് വെച്ചു. മറ്റൊരാളുടെ ഭാര്യയായിട്ടുള്ള മണ്ഡോദരിയുടെ ആ നിഴല് പോലും തന്നെ സ്പർശിക്കരുത്. അത്തരത്തിലുള്ള ഏകപത്നി വ്രതമാണ് ആരുടെ? രാമന്റെ. അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞത്. അത് ഭഗവാൻ ഇപ്പൊ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഗുരുവായൂരപ്പൻ എത്ര സഖിമാരുണ്ടായിരുന്നു ഭഗവാന്. അതുപോലെ തന്നെ 16,108 ധർമ്മപത്നിമാരെ സ്വീകരിച്ചു. ആ 16,108 ധർമ്മപത്നിമാരുടെ കൂടെയും അവരവരുടെ കൊട്ടാരങ്ങളിൽ ഭഗവാൻ വിഹരിച്ചു. അതും ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതാ ഭഗവാൻ പറഞ്ഞത്, ജന്മകർമ്മചമേ ദിവ്യം. അതുകൊണ്ട് ഭഗവാന്റെ ലീലകളെ നിങ്ങൾ രാമായണമായിക്കൊള്ളട്ടെ, ഭാഗവതമായിക്കൊള്ളട്ടെ, മഹാഭാരതമായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ അന്യത്ര വർണ്ണിക്കപ്പെട്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അവിടെ എവിടെയോ ആയിക്കൊള്ളട്ടെ, കടന്നു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു സ്മരണ, ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ജന്മകർമ്മചമേ, എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. അത് അനുകരിക്കാനും ശ്രമിക്കണ്ട, അതിനെ വിമർശിക്കാനും പുറപ്പെടണ്ട എന്നർത്ഥം. ശ്രീരാമചന്ദ്ര സ്വാമി നിശ്ചയമായി മനുഷ്യാവതാരമാണ്, അത് സമ്മതിച്ചു. പക്ഷേ മനുഷ്യനെ പോലെ അല്ല. മനുഷ്യാവതാരമാണ് എങ്കിലും ഗുരുവായൂരപ്പനാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. ഇപ്പൊ ഗുരുവായൂരപ്പൻ വരാഹമായിട്ട് അവതരിച്ചു. സാധാരണ വരാഹം പോലെ അല്ല, യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള വരാഹത്തിന്റെ അവസ്ഥ. മത്സ്യമായിട്ട് അവതരിച്ചു. സാധാരണ മത്സ്യം പോലെയല്ല. മത്സ്യം പിടിക്കുന്ന ആളുകൾ വലയിൽ പിടിച്ചു അല്ലെ ചൂണ്ടയിൽ കുറുത്തെടുക്കുന്ന ഒരു മത്സ്യം പോലെയല്ല മത്സ്യാവതാരത്തിലെ മത്സ്യം. അപ്പൊ അതറിയാനുള്ള ബോധം, സാമാന്യ ബോധം, കോമൺ സെൻസ് അത് നമുക്ക് ഉണ്ടാവണം. ഈശ്വരൻ ഏത് രൂപത്തിലും വരാം, ഏത് രീതിയിലും പ്രകടമാകാം. ഏത് രൂപത്തില് ഏത് തരത്തിൽ പ്രകടമായാലും അത് ഈശ്വരനാണ്, സർവേശ്വരനാണ്. അവിടുത്തെ പ്രഭാവം, അവിടുത്തെ ആ ചെയ്തികൾ അത്തരത്തിലുള്ളതായിരിക്കും. നമുക്ക് അനുകരിക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, അതിനെ വിമർശിക്കാനുള്ള അധികാരം നമുക്കില്ല. തപസ്സിന് ഓരോ തരം ഭാവമുണ്ട്. ധ്രുവൻ തപസ് ചെയ്തു, പ്രചേതസ്സുകൾ തപസ് ചെയ്തു, കർദമ പ്രജാപതി തപസ് ചെയ്തു. പക്ഷെ ഹിരണ്യകശിപുവും തപസ് ചെയ്തു, രാവണനും തപസ് ചെയ്തു. വ്യത്യാസമുണ്ട്, ആസുരികമാണ്. അത്തരത്തിലുള്ള തപസ് കൊണ്ട് ലോകത്തിന് കല്യാണമല്ല ഉണ്ടാവുക, ഉപദ്രവം ഉണ്ടാവും. ഹിംസാത്മകമാണ് എന്നർത്ഥം. അവർ നേരിട്ട് ഹിംസയിൽ ഏർപ്പെട്ടില്ല എങ്കിലും അവരുടെ ആ പ്രവൃത്തിയെ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്നു. അയോധ്യയിലെ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് ആ ബ്രാഹ്മണൻ ആ പുത്രന്റെ മൃതദേഹവും കൊണ്ടുവരുന്നതായിട്ട് വർണ്ണിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. രാജാവിൻ്റെ കൃത്യനിർവഹണത്തിലുള്ള അപാകതം മൂലമാണ്, രാജ്യഭരണത്തിലുള്ള അപാകതം മൂലമാണ് തനിക്ക് ഇപ്രകാരം തൻ്റെ പുത്രൻ മരിക്കാൻ ഇടയായത് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാന് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭഗവാൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു. വസിഷ്ഠ മഹർഷി തുടങ്ങിയിട്ടുള്ള ആളുകൾ, ദിവ്യന്മാരായിട്ടുള്ള ആളുകൾ അതിൻ്റെ കാരണം പറഞ്ഞു കേൾപ്പിച്ചു. ശൂദ്ര താപസനായിട്ടുള്ള ശംഭൂകന്റെ തപസ്സിന്റെ ഫലമായിട്ടാണ്, തമോ ഗുണപ്രധാനമായിട്ടുള്ള തപസ്സാണ് അയാൾ ചെയ്യണത്. അയാൾ ഇനി തപസ്സിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്ത് അതേപോലെ തന്നെ ഭൂമിയിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ആ തപസ് കൊണ്ടുണ്ടാകും. കാരണം എന്താ? അത് ആസുരികമായൊരു തപസ്സാണ്. അപ്പോൾ ആ തപസ്സിന് ഭംഗം വരുത്തിയേ പറ്റുള്ളൂ. എങ്കിലേ മറ്റുള്ള പ്രജകൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ദോഷം ഉണ്ടാവും എന്നറിഞ്ഞിട്ടാണ്. അല്ലാണ്ട് ശൂദ്രനായിട്ടുള്ള ഒരാളുടെ തപസ് ഭംഗം വരുത്താൻ വേണ്ടി പുറപ്പെട്ടതല്ല. ശംഭുകനെ വധിക്കുകയും ചെയ്തു. അയാളെ വധിച്ചു. അത് രാമൻ രാജാവ് എന്ന രീതിയിൽ ചെയ്ത ഒരു കാര്യം, തൻ്റെ പ്രജാപരിപാലനത്തിന്റെ ഭാഗമായി ചെയ്ത കാര്യം. പ്രജകൾക്ക് അനിഷ്ടം സംഭവിക്കാതിരിക്കാൻ ആസുരികമായ
തപസ്സിൽ ഏർപ്പെട്ടിരുന്ന ഒരുവനെ വധിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി രണ്ടാമത്തെ തലം, അത് ഭഗവാൻ എന്ന രീതിയിൽ ശംഭൂകൻ തപസ് ചെയ്തു എന്ന് വെക്കുക. ഈ തപസ്സിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? സംസാരത്തിൽ നിന്ന് അയാൾക്ക് മോചനം ഉണ്ടാകണം, ദുരിതങ്ങളിൽ നിന്ന്, ഭൗതിക ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്നിട്ട് ആ വ്യക്തിക്ക് മോക്ഷം അല്ലെങ്കിൽ മോചനം സംഭവിക്കണം. ഇവിടെ ആരാണ് ശംഭൂകനെ വധിച്ചത്? ശംഭൂകന് മൃത്യു എന്നൊന്നും ഉണ്ടായില്ല, മൃത്യു സംഭവിച്ചില്ല. മൃത്യുപാശം കൊണ്ടോ മൃത്യുദണ്ഡം കൊണ്ടുള്ള പ്രഹരം ഏറ്റിട്ടോ അല്ല ശംഭൂകന്റെ ദേഹം ഉപേക്ഷിക്കുന്നത്. ഭാഗവത്തിൽ പറയും, അന്തേ നാരായണ സ്മൃതി. ശരീരം ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ജീവിത അവസാനത്തില് നാരായണ സ്മൃതി സംഭവിച്ചാൽ മതി. നാരായണനെ കാണുകയോ മറ്റൊന്നും വേണ്ട, നാരായണ സ്മൃതി, നാരായണനെ, ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിച്ചാൽ മതി. അങ്ങനെ ഇരിക്കെ ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് അവിടെ സന്നിഹിതനായി താൻ തന്നെ ആ വ്യക്തിയെ ശരീരത്തിൽ നിന്ന്, ആ ദേഹമാകുന്ന കൂട്ടിൽ നിന്ന് ആ ആത്മാവിനെ മോചിപ്പിച്ച് തൻ്റെ ധാമത്തിൻ്റെ അനന്തവിഹായസിലേക്ക് ആ ജീവനെ പറത്തി വിടുന്നുവെങ്കിൽ ശംഭൂകന് ആ തപസ് ആസുരികമാണ് എന്ന് വരികിലും ആത്യന്തികമായ ഫലം എന്താ? സാഫല്യമാണ്, ജന്മസാഫല്യമാണ് ശംഭൂകന് സംഭവിച്ചത്. അപ്പം രണ്ട് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഭഗവാന്റെ ആ ലീല കുറ്റമറ്റതാണ്, പിഴവറ്റതാണ്. പിന്നെ ആർക്കാ ഇതിന്റെ ദോഷം? ശംഭൂകന് ഇതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല, ശംഭൂകന് ഒരു പരിഭവം പരാതിയില്ല. പരാതി ആർക്കാ? മഹാപണ്ഡിതന്മാരാണ് എന്ന് മേനി നടിക്കുകയും ഭഗവാന്റെ ലീലകളെ കേവലം ഭഗവാൻ മനുഷ്യനാണ് എന്ന തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളെ സമീപിക്കുകയും ഭഗവാനെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ശംഭൂകൻ ചെയ്തതായിട്ടുള്ള ആസുരികമായ തപസ്സിനേക്കാൾ ദോഷം നിറഞ്ഞതായിട്ടുള്ള തലത്തിലേക്ക് അവര് എത്തിച്ചേരുക. അപ്പൊ അത് തിരിച്ചറിയുക. എപ്പോഴും ഓർക്കുക, ഭഗവാന്റെ അവതാരങ്ങളിൽ ഭഗവാൻ എത്ര അവതാരങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ഭഗവാന്റെ അവതാരങ്ങളെല്ലാം തന്നെ കുറ്റമറ്റതാണ്, പിഴവറ്റതാണ്, സമ്പൂർണങ്ങളാണ്. അതിലൊരിക്കലും പിഴവ് വരില്ല. ഭഗവാന്റെ ഒരു പ്രവൃത്തിയിലും, ഗുരുവായൂരപ്പൻ ഒരു ചെറുവിരൽ അനക്കിയാലും അതിന് ദോഷമില്ല, അത് കുറ്റമറ്റതാണ്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാര ലീലകളിൽ ദോഷം കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ദോഷം സംഭവിക്കും എന്നതിനപ്പുറം ഭഗവാന്റെ ലീലകളിൽ ഒരു പിഴവുമില്ല, ദോഷവുമില്ല, അത് കുറ്റമറ്റതാണ്. കാരണം അവിടുന്ന് സാക്ഷാൽ സർവേശ്വരനാണ്. രാധേ രാധേ.